Hi, sir. Good afternoon. Good afternoon, sir. Good afternoon. Sir, good afternoon. Sir, voice Good കേൾക്കുന്നില്ല afternoon, sir. sir. Sir, Good afternoon, sir. voice കേൾക്കുന്നില്ല. ഇപ്പോഴോ? ഇപ്പൊ കേൾക്കാം. Good Yes. afternoon, sir. Good afternoon. Yes, good afternoon. Okay, Harida, Shani Firoz, good afternoon. Selina Siraj, good afternoon. Pansada, good afternoon. Kansi, Harida, Swedar, Hasiba, good afternoon. Yes, Sharanya, Sithu, good afternoon. Yes. അപ്പൊ ഇന്ന് നമ്മൾ പുതിയൊരു ടെൻസ് നോക്കാമെന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അല്ലേ? ഓക്കെ ഓക്കെ സ്റ്റാർട്ട്. നമുക്ക് ആരംഭിക്കാം. യെസ്. അപ്പൊ നമ്മള് ഇതുവരെ 3 ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്ന് സിമ്പിൾ പ്രസന്റ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്, സിമ്പിൾ ഫ്യൂച്ചർ ആണ്. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ ഒരു ഹാബിച്വൽ ആക്ഷൻ ആണ്, സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ സംഭവമാണ്. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ വരാൻ പോകുന്ന സംഭവമാണ്. അങ്ങനെ 3 ടെൻസാണ് നമ്മൾ നോക്കിയത്. നാലാമത് ഇന്ന് നമ്മൾ നോക്കുന്ന ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂവസ് എന്ന് പറയുന്ന ടെൻസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂവസ്. ആ വാക്കിൽ നിന്ന് നമുക്ക് പറയാം പ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രസന്റ് സാർ, പ്രസന്റ് ടീച്ചർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ, അല്ലെ? കണ്ടിന്യൂവസ്, കണ്ടിന്യൂ എന്ന് പറയുന്ന വേർഡിൽ നിന്ന് നമുക്ക് പറയാം സ്ഥിരമായിട്ട് നടക്കുന്നതിനാണ് നമ്മൾ കണ്ടിന്യൂവസ് എന്ന് പറയുന്നത്. അപ്പോഴത്തെ അതിന്റെ അർത്ഥം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം, സ്ഥിരമായിട്ട് ചെയ്തതോ ചെയ്ത് കഴിഞ്ഞതോ ചെയ്യാൻ പോകുന്നതോ അല്ല, ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയും. പ്രസന്റ് കണ്ടിന്യൂസ്. യെസ്, പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചർ നമ്മളൊന്ന് ഓർത്തിരിക്കുക. ആദ്യം സബ്ജക്റ്റ് എഴുതുന്നു, എസ് പ്ലസ് ഈസ്, ആം, ആർ. ഈ 3 ഏതെങ്കിലും ഒരെണ്ണം, ഈസ് വരെ, ആം വരെ, ആർ വരെ, ഇതിൽ ഏതെങ്കിലും ഒന്ന്. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് പ്ലസ് വെർബ്, അതിന്റെ കൂടെ ഒരു ing. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം, സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ing. സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബ്, അതിന്റെ കൂടെ ing കൂടി ചേരുമ്പോഴാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത്? പ്രസന്റ് കണ്ടിന്യൂവസ് എന്ന് പറയുന്നത്. പ്രസന്റ് കണ്ടിന്യൂവസ്. വാട്ട് ഈസ് ഗോയിങ് ഓൺ. ഞാൻ ഹരിതനെ വിളിച്ചിട്ട് പറയുന്ന, ഹരിത ആ സംഗീതം ഒന്ന് വിളിച്ച്. അപ്പൊ ഹരിത വേദന എന്ത് ചെയ്യുന്നു? സംഗീതനെ വിളിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ നോക്കി നോക്കുമ്പോൾ ഹരിതയെ തിരിച്ചു വരുന്നത് കാണുന്നു. അപ്പൊ ഞാൻ ഹരിതനോട് ചോദിക്കും, സംഗീതം എവിടെ? അപ്പൊ ഹരിതക്ക് അറിയാൻ സംഗീതം പുറകിലൂടെ വരുന്നുണ്ടെന്ന്. അപ്പൊ ഹരിത എന്നോട് പറയും, ഷീ ഈസ് കമ്മിങ്. ഷീ ഈസ് കമ്മിങ് വന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. എനിക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ പഠിപ്പിച്ചോണ്ടിരിക്കലേ, ഐ ആം ടീച്ചിങ് യു ഇംഗ്ലീഷ് ഗ്രാമർ. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, വി ആർ അറ്റൻഡിങ്. സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, അതിൽ ഏതെങ്കിലും ഒന്ന് മതി. വെർബ് പിന്നെ ing. ഐ ആം അറ്റൻഡിങ് ജോബ് സാർസ് ക്ലാസ്. ജോബ് സാറിന്റെ ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. നിങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ അനിയൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറയാം, മൈ ബ്രദർ ഈസ് സ്ലീപ്പിംഗ്. നിങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ അമ്മ അവിടെ അടുക്കളയിൽ ചായ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറയാം, മൈ മദർ ഈസ് പ്രിപ്പയറിംഗ് ടീ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവിക്കുന്നത് സ്ഥിരമായിട്ട് നടക്കുന്നതോ നടന്നു കഴിഞ്ഞതോ
ഭാവിയിൽ നടക്കാൻ പോകുന്നു ഇതൊന്നുമല്ല, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് എപ്പോഴും പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയും. നിങ്ങൾ അടുക്കളയിൽ നിൽക്കുന്നു, അവിടെ ബെഡ്റൂമിൽ നിന്ന് ഭർത്താവ് വിളിച്ചു ചോദിച്ചു, നീ അവിടെ എന്തെടുക്കുകയാണ്? യെസ്. അപ്പൊ നിങ്ങൾക്ക് പറയാം, ഐ ആം വാഷിംഗ് ഡിഷസ്, ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഐ ആം കുക്കിംഗ് ബിരിയാണി, ഞാൻ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് ഡൂയിങ് അറ്റ് പ്രസന്റ്? യെസ്. ഇപ്പൊ നിങ്ങളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിൽ നിങ്ങൾ കാണാൻ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട് ആ വരാന്തയിൽ ചായ കുടിക്കുകയാണ്. അപ്പൊ നമുക്ക് പറയാം, ഓ യു ആർ ഡ്രിങ്കിങ് ടീ. ഇങ്ങനെ പറഞ്ഞു, കാരണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമില്ല അത്. യു ഡ്രാങ്ക് ടീ എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. യെസ്, നമുക്ക് കുടിക്കുന്ന കാണുകയാണ്. അപ്പൊ യു ആർ ഡ്രിങ്കിങ് ടീ. അപ്പൊ മറക്കണ്ട, സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആല്, വെർബ്, അതിന്റെ കൂടെ ഒരു ing. ഇതുവരെ നമ്മൾ പറഞ്ഞ ഒരു ക്ലാസ്സിലും ing നമ്മൾ തുടരണ്ടായിരുന്നില്ല. ഇനി നമ്മൾ ing പിടിക്കണം. ഈ ing ഈ ടെൻസിന്റെ കൂടെയാണ് വരുന്നത്. ഈ ടെൻസിന്റെ കൂടെ അല്ലാതെ തോന്നിയ സ്ഥലത്തൊക്കെ നമ്മൾ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. 8ലും 9ലൊക്കെ പഠിക്കുമ്പോൾ കെടുക്കട്ടെ ഒരു ing. ഓ ഗോന്നാണ്, എപ്പോഴും ഗോയിങ് എന്നാണ് കേട്ടേക്കണേ. നമ്മുടെ അങ്ങനെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ നമ്മൾ മനസ്സിലാക്കി സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആര്. എന്താ ഹരിത? ഐ ആം പ്രിപ്പയർ ബിരിയാണി എന്നുള്ളോ അതോ ബിരിയാണി വേറെ ചേർക്കും എന്റെ കൂടെ? ഐ ആം പ്രിപ്പയർ ബിരിയാണി എന്ന് മാത്രമേ എടുത്തുള്ളൂ ചേർക്കുമ്പോ? ഐ ആം പ്രിപ്പയർ എന്ന് വരുമോ അതോ? അല്ല, ഞാൻ ഒരു ബിരിയാണി ഉണ്ടാക്കിയെന്ന് പറയണ്ട. ഐ ആം പ്രിപ്പയറിംഗ് ബിരിയാണി, ഞാൻ ബിരിയാണി ഉണ്ടാക്കിയാണ്. ഓക്കെ. അപ്പൊ വേറൊരു കാര്യം കൂടി നമ്മൾ നോക്കുക. നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ വെറുതെ എന്റെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നു വിചാരിച്ചു. ഈസ് ഉണ്ട്, ആവുണ്ട്, ആറുണ്ട്. ഇത് എവിടെയൊക്കെ ചേർക്കണമെന്ന് അറിയാലോ. ആ സബ്ജക്റ്റ് കൂടി നോക്കാം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒരാളുള്ളെങ്കിൽ അവിടെ എല്ലാം എന്ത് ചെയ്യുക? ഈസിയാണ്. ഷീ ഈസ്, ഷീ അവൾ ഒരാളുള്ളൂ. ഹി അവൻ ഒരാളുള്ളൂ. ഹി ഈസ് രാമൻ ഒരാളുള്ളൂ. ബോയ് ഒരാളുള്ളൂ. ഈസ് കേട്ടോ. സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യാം? ഈസിയാണ്. സബ്ജക്റ്റ് പ്ലൂറൽ ആണ് വിചാരിക്കുക. അതായത് ദേ അവർ, വി ഞങ്ങൾ, യു നിങ്ങൾ. നിങ്ങൾ എന്ന് പറയുമ്പോൾ ഒരാളെയും ഒന്നിൽ കൂടുതൽ ആളുകളെയും നിങ്ങൾ തന്നെ പറയാം. യെസ്. പിന്നെ ബോയ്സ്, ഗേൾസ്. പ്ലൂറൽ ആണെങ്കിൽ അവിടെയൊക്കെ എന്ത് ഉപയോഗിക്കാം? ആർ ഉപയോഗിക്കാം. ഇനി ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് വരുമ്പോൾ മാത്രം ആം ഉപയോഗിക്കാം. ശ്രദ്ധിച്ചാൽ മതി. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും ഈസും, പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ ആറും, ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ആം ഉപയോഗിക്കും. യെസ്. ഈ ഈസിന്റെയും ആമിന്റെയും ആറിന്റെയും അർത്ഥം ആകുന്നു എന്നാണ്. ആകുന്നു. മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ ആകുന്നു എന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു. അവൾ വരികയാകുന്നു. കണ്ട, വരിക പ്ലസ് ആകുന്നു, അതാണ് വരികയാകുന്നു. അപ്പോ ആകുന്നു എന്നുള്ള വേർഡ് മലയാളത്തിൽ പറയുമ്പോൾ ഏറ്റവും അറ്റത്താണ് ചേർക്കുന്നത്. ഇംഗ്ലീഷിൽ അത് എഴുതുമ്പോൾ അത് നടക്കുക. ഷീ ഈസ് കമ്മിങ്. ഷീ കമ്മിങ് ഈസ് അല്ല, ഷീ ഈസ് കമ്മിങ്. യെസ്. അപ്പൊ സബ്ജക്റ്റ് എന്താണോ വന്നിട്ടുള്ളത് അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നുകിൽ ഈസ് ചേർക്കാം, അല്ലെങ്കിൽ ആം ചേർക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അറിയാം. ഇത് മൂന്നും കാണിക്കുന്നത് പ്രസന്റിലി വാട്ട് ഈസ് ഗോയിങ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയുന്നു. സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബ്, പിന്നെ അതിന്റെ കൂടെ ing. ഓക്കെ, സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ, വെരി സിമ്പിൾ. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. ഓക്കെ ഷാനി, ഷാനി അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക? ചുറ്റും ഒന്ന് നോക്കാം. ആ മുറിയിൽ നിന്നുകൊണ്ട് ചുറ്റും ഒന്ന് നോക്കാം. നോക്കുമ്പോൾ പല കാര്യങ്ങളും ഷാനി കാണുന്നു. അതെല്ലാം പ്രസന്റ് കണ്ടിന്യൂസിൽ വരാം. യെസ്. ഷാനി നോക്കുമ്പോൾ ഷാനിയുടെ ഇളയ കുട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ പറയാ? മൈ ചൈൽഡ് ഈസ് സ്ലീപ്പിംഗ്. കേട്ടോ. അപ്പൊ അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നോക്കി കഴിയുമ്പോൾ കാണുന്നത്, നിങ്ങൾ അവിടെ ജനലിന്റെ പുറത്തേക്ക് നോക്കിയപ്പോൾ
നിങ്ങളുടെ അയൽവാസി ഇതാ നടന്നു പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറയാം മൈ നെയ്ബർ ഈസ് വാക്കിംഗ് അലോങ് ദ റോഡ്. യെസ്. അപ്പൊ നമുക്ക് അപ്പുറത്ത് നോക്കി കഴിഞ്ഞപ്പോ വേറൊരു നിങ്ങളുടെ ഫ്രണ്ട് മാങ്ങ പറിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? മൈ ഫ്രണ്ട് ഈസ് പ്ലക്കിംഗ് മാങ്ങ. യെസ്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് പറയാം? പക്ഷെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവിക്കും. ഇന്നലെ കഴിഞ്ഞതും സംഭവിക്കാൻ പോകുന്നതും സംഭവിക്കും. വാട്ട് ഈസ് ഗോയിങ് ഓൺ അറ്റ് പ്രസന്റ്? ഓക്കെ, നന്ദിനി, ഐ വിൽ കം ടു യു. അപ്പോ നിങ്ങൾ 5 കാര്യങ്ങൾ നിങ്ങൾ അവിടെ നിന്ന് നോക്കാം. നോക്കിക്കഴിഞ്ഞിട്ട് ഒരു 5 ഐറ്റംസ്. യെസ്. ഇല്ലെങ്കിൽ 5 ഉണ്ടാക്കുക. യെസ്. അവിടെ നിന്ന് നോക്കിയാൽ മതി. വാട്ട് ഈസ് ഗോയിങ് ഓൺ? യെസ്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ അമ്മ സീരിയൽ കാണുകയാണ്. അപ്പൊ നിങ്ങൾക്ക് പറയാം മൈ മദർ ഈസ് വാച്ചിങ് സീരിയൽ. യെസ്, കറക്റ്റ് അല്ലേ? വാട്ട് ഈസ് ഗോയിങ് ഓൺ അറ്റ് പ്രസന്റ്? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഓക്കെ. അപ്പോ ഐശ്വര്യമായിട്ട് നമ്മൾ ഷാനിയിൽ നിന്ന് ആരംഭിക്കുകയാണ്. വലിയൊരു ചോദ്യചിഹ്നമാണ് ഷാനി നമുക്ക് മുന്നിൽ വെക്കുന്നത്. ഇത് നിങ്ങൾ പഠിച്ചിട്ട് എന്നുള്ളത് അല്ലേ ഷാനി? യെസ്. ഓക്കെ ഷാനി. My son sleeping on my chest. ഒന്നുകൂടി പറഞ്ഞേ. My son sleeping on my chest. യെസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. My fan running fastly. Yes, my fan is running fastly. Subject is അല്ലെങ്കിൽ അതിന് ഓരോ ചെറുക്കോട്ട്. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് age. Sorry, sir. Okay. They are playing football. Cricket. ഒരു ഭംഗിയാകട്ടെ. They are playing football. Correct ആണ്. Okay. She is thinking about her future. Oh, very good. She is thinking about her future. അവൾ അവളുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുകയാണ്. Very good. He is standing alone. He is standing alone. Okay, അവൻ തനിച്ച് നിൽക്കുകയാവും. വെരി ഗുഡ്. അവിടെ നോക്കുമ്പോൾ അപ്പൊ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും. അവൻ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നു. അപ്പൊ ഷാനി പ്ലസ് പറയുന്നു he is standing alone. Yes. We are watching Jobsar class. ലൈവ് എക്സാമ്പിൾ ആണ് ഷാനി. We are watching Jobsar class. ജോബ്സാറിന്റെ ക്ലാസ് ഞങ്ങൾ ശ്രദ്ധിക്കുകയാകും അല്ലെ? കറക്റ്റ് ആണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം അല്ലേ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. We are focusing on our goal. Yes. കറക്റ്റ് ആണ്. We are focusing on our goal. ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ ഫോക്കസ് ചെയ്യുകയാണ്. Yes. We are concentrating or we are focusing on our goals. Yes. Okay. I am answering to the question. Yes. വേറെ എന്തെങ്കിലും അതിന്റെ കൂടെ ചേർത്തു അല്ലെ വിചാരിച്ചു. Okay. I am answering to the questions given by Jobsar. Jobsar നൽകിയ ചോദ്യങ്ങളുടെ മറുപടി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Yes, very good, very good. Okay. I am thanking Jobsar for giving me this opportunity. I am thanking Jobsar for giving me this opportunity. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ഷാനി വേറെ ലെവലാ. Yes. Okay. ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ ഷാനി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. ഓക്കെ ഷാനി. അപ്പൊ ഷാനിയോട് ഞാൻ ചോദ്യം ചോദിക്കാം. സിമ്പിൾ ചോദ്യം. ഇതുപോലെ നിങ്ങൾ ഓരോരുത്തർ 5 സെന്റൻസ് ആലോചിച്ച് വെച്ചോട്ടെ, ഞാൻ വരുന്നില്ല. ഷാനി, ഐ സബ്ജക്റ്റ് ആകുമ്പോ അതിന്റെ കൂടെ വെറുപ്പായിട്ട് ഈസ് വരും, ആം വരും, ആള് വരും. അതിന്റെ കൂടെ ആം വരും. ഉറപ്പല്ലേ? വേറൊന്നും വരില്ല? ഇല്ല. ഉറപ്പല്ലേ? ശരി, സമ്മതിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ഇംഗ്ലീഷ് അക്ഷരമാലയില് എത്രാമത്തെ അക്ഷരമാണ് ഐ? 9ാമത്തെ അല്ലേ? അതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 9ാമത്തെ അക്ഷരമാകുന്നത് നിങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞു. I is the 9th letter of an English alphabet. പിന്നെ എന്താ ഐ കഴിഞ്ഞിട്ട് ഈസ് പറഞ്ഞ അയാമെന്ന് പറയട്ടെ? അയ്യോ കറക്റ്റ് പറഞ്ഞ, കൃത്യമായിട്ട് പറഞ്ഞു. കറക്റ്റാണ്. ഐ ഈസ് ദ 9th ലെറ്ററിന്റെ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഐ എന്ന് പറയുന്ന വേർഡ് ഞാൻ എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്? അയാം വരുന്നത്.
ഇവിടെ ഐ എന്ന് പറയുന്ന വേർഡ് ഒരു ഇംഗ്ലീഷ് ലെറ്റർ ആയിട്ടാ വരുന്നത്. അപ്പൊ അത് ഇൻവെർട്ടഡ് കോമയുടെ അകത്താ വരുന്നത്. ഐ ഇസ് ദ 9th letter in English alphabet. I am I is the letter that comes after H. അങ്ങനെ പറയാം, എച്ചിന് ശേഷം വരുന്ന വേർഡാണ് ഐ. അപ്പോഴും ഐ കഴിഞ്ഞ് ഈസ് വരും. തമാശക്ക് പിള്ളേരുടെ ചോദിച്ചാൽ മതി, ഐ കഴിഞ്ഞിട്ട് ഈസ് വരുന്ന വാചകം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അമ്മ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് അവിടെ ചുമ്മാ വെറുതെ അന്നേരത്തുനിന്നാണ് അവിടെ. കാരണം ഷാനി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഷാനിയോട് ചോദിച്ചത്. കറക്റ്റ് പോലെ ഐ ഈസ് ദ 9th letter in English alphabet. ഞാൻ നിങ്ങളോട് 3 ബിക്കോസിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഇല്ല അല്ലേ? ഉണ്ടെന്നാണ് ഇല്ലെന്നാണ് ഷാനി? ഇല്ല എന്നാ പറഞ്ഞത്. ഇല്ല. യെസ്, അത് ഞാൻ ഇപ്പോ സന്ദർഭോചിതമായിട്ട് ഐ കഴിഞ്ഞിട്ട് ഈസ് വരും എന്ന് പറഞ്ഞുതരാം. അപ്പൊ അതുകൊണ്ട് സന്ദർഭോചിതമായിട്ട് ഞാൻ ചോദിക്കണം, നിങ്ങളൊരു സെന്റൻസ് പറയണം. ആ സെന്റൻസിന്റെ അകത്ത് 3 ബിക്കോസ് വേണം. ഈ 3 ബിക്കോസും അടുത്തടുത്ത് വേണം. ബിക്കോസ് ബിക്കോസ് ബിക്കോസ്. യു മേക്ക് എ സെന്റൻസ് വിത്ത് 3 ബിക്കോസ് adjacently. Adjacently means അടുത്തടുത്ത്. ഫാൻസി ഒരു സെന്റൻസ് പറഞ്ഞ 3 ബിക്കോസ് ഉണ്ടാവണം ആ സെന്റൻസിൽ. 3 ബിക്കോസ് അടുത്തടുത്താണ്. ആ സെന്റൻസിൽ അർത്ഥം ഉണ്ടാവണം കേട്ടോ, വെറുതെ ബിക്കോസ് പറയല്ല. 3 ബിക്കോസ് പറയുന്നു. ഒരു സെന്റൻസ് മേക്ക് എ സെന്റൻസ് വിത്ത് 3 ബിക്കോസ് adjacently. യെസ്, ആർക്കൊളിക്കും പറയുക. ഫർസാന ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ? ഒരു മിനിറ്റ് സാർ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. ഫർസാന is thinking. Okay. ഫാത്തിമത്തെ? ആൻഷി? മേക്ക് എ സെന്റൻസ് വിത്ത് 3 ബിക്കോസ്. ഇവിടെ ഐ കഴിഞ്ഞിട്ട് ഈസ് പറഞ്ഞുകൊണ്ടാണ് വെറുതെ സന്ദർഭമായിട്ട് പറഞ്ഞതാണ്. മെർലിൻ? സാർ ഒരു സെന്റൻസേ പറ്റുള്ളോ? ഒറ്റ സെന്റൻസ്, അതിന്റെ അത് 3 ബിക്കോസ്. അല്ല സാറേ, ബിക്കോസിന് അടുപ്പിച്ചടുപ്പിച്ച് തന്നെ വരണോ? അടുപ്പിച്ചടുപ്പിച്ച് വരും. ഇനി പോട്ടെ, ഫർസാന 3 ബിക്കോസ് കൊണ്ട് സെന്റൻസ് പറഞ്ഞെങ്കിൽ പറഞ്ഞോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കാം. ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കാം. രണ്ടുപേരും ഒരുമിച്ച് പറയുമ്പോൾ കേട്ടില്ല. ഫർസാന ആദ്യം പറയും. എന്താണ് കേട്ടില്ല? ഓക്കെ. I stayed inside. Okay, ഞാൻ പറയാം. I stayed inside because it was raining, because I didn't want to get wet, and because I had a lot of work to finish. Yes. Okay. Because more like that fill ചെയ്തിട്ടുണ്ട്. Okay. ഫർസാന അടുപ്പിച്ച് വരാത്ത പാടാ സാറേ. Yes. Okay. അടുപ്പിച്ച് വരെ എന്ത് പറഞ്ഞു നോക്കാം. നാൻസി പറഞ്ഞതുപോലെ യെസ്. ഓക്കെ, അപ്പൊ ആർക്കും ഹരിത ഒരു കൈ നോക്കുന്നു? ഓക്കെ, അപ്പൊ നമുക്ക് നന്ദിനി പറഞ്ഞോളൂ. നന്ദിനി. Good afternoon, sir. I joined an online course. I joined an online course because I need to update my qualification, because I need to earn, because I need to get a job, because I need to earn money. Yes. 3 ബിക്കോസ് അതിൻ്റെ എന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഫർസാന ചെയ്തതുപോലെ. വെരി ഗുഡ്. യെസ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ ചോദ്യം ഇതായിരുന്നു. 3 ബിക്കോസ് അടുത്തടുത്ത് വരണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അത് വന്നില്ല. നമുക്ക് ഒരു കാര്യം പറയാം. 2 സെന്റൻസുകൾ തമ്മിൽ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞൊരു സംഗതി ഇംഗ്ലീഷിലുണ്ട്. അതിന്റെ അകത്ത് ഒരു ഭാഗത്ത് പറയുന്ന ഒരു പേരാണ് കൺജങ്ഷൻ എന്ന് പറയും. നൗൺ, പ്രൊനൗൺ, വെർബ്, ഒരു സെന്റൻസ് ഒക്കെ വരുന്ന പേരാണ് കൺജങ്ഷൻ. കൺജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെന്റൻസുകളെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡുകളെയാണ് നമ്മൾ കൺജങ്ഷൻ എന്ന് വിളിച്ചു പറയുന്നത്. ആൻഡ്, ബിക്കോസ്, ബട്ട്, ഇതൊക്കെ
Yes. Oh, okay. That's it. Yes. Okay, that's it. Okay. Yes. And out of that, but because like a conjunction or English conjunction or രണ്ട് സെന്റൻസുകൾ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡിനെയാണ് നമ്മൾ കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഷാനി ഫിറോസിനെ വിളിക്കുകയാണ്. ഷാനി ഫിറോസെ, സാർ പറഞ്ഞോളൂ. ഇങ്ങനെ പറയാം, 3 ബിക്കോസ് ഉപയോഗിച്ച് നമുക്കൊരു സെന്റൻസ് ഉണ്ടാക്കാൻ കഴിയില്ല. ഇംഗ്ലീഷിൽ പറഞ്ഞു പറ്റൂലേ? അതൊന്നും ഇംഗ്ലീഷിൽ പറയൂ. 3 ബിക്കോസ് ഉപയോഗിച്ച് നമുക്കൊരു സെന്റൻസ് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് ഇംഗ്ലീഷിൽ പറയും. അയ്യോ, വല്ലാത്ത ചോദ്യമായി പോയി. നമുക്ക് കഴിയില്ല. We cannot. അതൊന്നും ഇംഗ്ലീഷിൽ പറയാം, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. We cannot. എന്തെന്നാ പറഞ്ഞ? 3 സെന്റൻസ് ബിക്കോസ് ഉപയോഗിച്ച് വാചകം ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് ഇനി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. ഓക്കെ, we cannot അല്ലേ? We cannot make a sentence. We cannot make a sentence with 3 because എന്ന് പറഞ്ഞാൽ അതൊരു കൺജങ്ഷൻ ആണ്. Yes. Because it is very complex. Because ഇനി തൊട്ട് പറയാം, കൈവിട്ട് പോയി. We cannot make a sentence with 3 because. Because is a complex word. Because is a conjunction. Conjunction എന്താണെന്ന് ആദ്യം പറഞ്ഞു. Yes. അപ്പൊ അത് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി. അപ്പൊ കറക്റ്റ് ആയില്ലേ? We cannot make a sentence with 3 because. Because conjunction. Because is a conjunction. അത് നമ്മൾ വല്ല ക്ലാസ്സിലൊക്കെ ചെയ്തപ്പോ കുട്ടികളുടെ മുന്നിൽ, ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ മുന്നിലൊന്ന് ആളാവാനായിട്ട് ഓക്കെ ഹസീബ എവിടുന്ന് കിട്ടുന്നു? സൂപ്പർ ആട്ടോ. ഓക്കെ. ഇതൊക്കെ എന്താ പറയാ, നമ്മുടെ ഏതൊരു സിനിമയുടെ സലീം കുമാർ പറയുന്നത് പോലെ ഇതൊക്കെ എന്ത് അല്ലേ? ഒരു സിനിമ, എന്താ സിനിമ? മായാവി അല്ലേ? എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അതൊക്കെ കിട്ടും. യെസ്, അത് കഴിഞ്ഞാൽ ഈസ് ഉള്ളത് ഇങ്ങനെ. അപ്പൊ അങ്ങനെ വേറെ ചോദ്യം ഞാൻ ചോദിക്കാം, ഷാനോട് ചോദിക്കാം. ശ്രദ്ധിച്ചോളെ. From the sun you come out, I go in. What is the result? വേറെ ഒന്നും ചോദിക്കുന്നത്, എക്സ്പ്ലനേഷൻ ഒന്നും പറയില്ല. ഇതൊരു ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇംഗ്ലീഷ് വാക്കുകളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. From the sun you come out, I go in. What is the result? From the sun, ഒന്നുകൂടി സാർ, ഒന്നും കേട്ടില്ല. Okay, from the sun you come out. I go in. Then what is the result? ലൈറ്റ് ആണോ? യെസ്, ലൈറ്റ് ആണ്. ഇനി ഞാൻ ചോദ്യം ഓപ്പൺ ആയിക്കൊണ്ടിരുന്നത് ആർക്കൊള്ളും കേട്ടോ. സാർ ഉദ്ദേശിക്കുന്ന ആൻസർ ഒരു വേർഡ് ആണോ അതോ? ഓക്കെ, ഇനി അതേക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസറിലോട്ട് വരും. അതിന് വേണ്ടി ഞാൻ വിടാറുള്ളത്. From the sun you come out, I go in. ഓക്കെ, അപ്പൊ ഫ്രം ദ സൺ ഉള്ളത് SUN സണ്ണാണ്. ആ SUN സണ്ണില് നടുക്കുള്ള യു ഇല്ലേ, അത് കം ഔട്ട്, അതിന് പുറത്തേക്ക് എടുക്കുക. അപ്പൊ ആ ന്യൂ എന്ന് നിങ്ങൾ പറയുമ്പോ ഒന്ന് കൈ ചൂണ്ടിക്കഴിഞ്ഞാല് കേൾക്കുന്ന ആൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിക്കോളും. അയാൾ YOU യൂസ് നിന്നു.
Sun. Yes. From the sun, you come out. ഇവിടെ പുറത്തേക്ക് എടുക്കും. എന്നിട്ട് പകരം അവിടെ ഐ, ഇംഗ്ലീഷ് ലെറ്റർ ഐ. അപ്പൊ സൺ എന്നുള്ളത് സി എന്ന് മാറും. എന്തൊക്കെ മാറുന്നത്? സി എന്ന് മാറും. ഓക്കെ, അതുള്ളതിന്റെ ആൻസർ. യെസ്, സന്ദർഭോചിതമായിട്ട് ചോദിക്കാം. Queen Elizabeth's under is always wet. Why? Charlie, Queen Elizabeth's under is always wet. Why? സാർ ക്ലിയർ ആവുന്നില്ലേ? ചോദ്യം ഒന്നും കേൾക്കുന്നില്ല. അതാ. Queen Elizabeth. അവ apostrophe ആണ്. എലിസബത്ത് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ബാത്ത് എന്ന് വരുന്നുണ്ടാണോ? Under is always wet. W-E-T, wet. ചോദ്യം പോയി. ബാത്ത് അല്ല, വെറ്റ് ആണ് മതി. അല്ല, എലിസബത്ത് എന്ന് പറയുമ്പോ ഈ ബാത്ത് ചെയ്യുമ്പോ വെറ്റാവില്ല. ഓക്കെ ഓക്കെ ഓക്കെ, നനഞ്ഞത് എന്ന് പറഞ്ഞതിലാണ്. Queen Elizabeth under is always wet. Why? കുറെയൊക്കെ അറിയാൻ പറ്റുന്നതൊക്കെ മറന്നുപോയി. ഇപ്പൊ ഷാനി ചോദിച്ചപ്പോൾ ബിക്കോസ് ക്യൂൻ എലിസബത്ത് ഈസ് എ നെയിം ഓഫ് എ ഷിപ്പ്. ക്യൂൻ എലിസബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു ഷിപ്പാണ്. അപ്പോ അതിന്റെ അണ്ടർ എപ്പോഴും എന്തായിരിക്കും? നനഞ്ഞിരിക്കും. ക്യൂൻ എലിസബത്ത് അണ്ടർ ഈസ് ഓൾവേസ് വെറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ ഷിപ്പ്. Then next question. ഫർസാനോട് ചോദിക്കാം. Who is the silent member of parliament? Who is the silent member of parliament? പാർലമെന്റിലെ സൈലന്റ് മെമ്പർ ആരാണ്? Is that English question? Yes. സാർ അതിലൊരു ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് സാർ ആദ്യം ചോദിച്ചോളത്തേക്ക്. അതൊക്കെ തന്നെ അല്ലാണ്ട് സ്പീക്കർ അങ്ങനെ ഒന്നും പോകണ്ട. കാര്യമായിട്ട് ചിന്തിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. Who is the silent member of parliament? Let me think. Who is the silent member of parliament? Okay, ഇത് ആർക്കെങ്കിലും ഇനി വിട്ടേക്കണം കേട്ടോ. Yes, Shweta, very good. Okay, Shweta, very good. I is the silent member of the parliament. Correct ആണ്. കാരണം ഈ പാർലമെന്റ് എഴുതുന്ന സ്ഥലത്ത് ഒരു ഐ ഉണ്ട്. ആ ഐ പ്രൊനൗൺസ് ചെയ്യില്ല. പാർലിയമെന്റ് എന്നാണ് കറക്റ്റ് ചെയ്തത്. PARLIAMENT. അതില് ഐ എന്നുള്ളത് എന്ത് ചെയ്യില്ല? പ്രൊനൗൺസിയേഷൻ ഇല്ല. പാർലമെന്റ് അതുള്ളൂ. അപ്പൊ ദ സൈലന്റ് മെമ്പർ ഓഫ് ദ പാർലമെന്റ് ഈസ് ഐ. അതാണ്. അപ്പൊ നമ്മള് ഇതൊക്കെ നിങ്ങൾ കരുതി വെച്ചോ. എവിടെയെങ്കിലും ചെന്നിട്ട് പെട്ടെന്നൊന്ന് ഷൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ഇടയിൽ വല്ല റെസിഡൻസ് അസോസിയേഷന്റെ മീറ്റിംഗ് വാർഷികമൊക്കെ കൂടുമ്പോൾ നിങ്ങൾ കുറച്ച് സമ്മാനങ്ങൾ കരുതി വെച്ചിട്ട് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മറുപടി പറയുന്നവർക്ക് സമ്മാനം എന്ന് പറഞ്ഞിട്ട് ഈ ചോദ്യം ചോദിക്കുക. യെസ്, അപ്പോ നിങ്ങൾക്കൊരു മീറ്റ് കിട്ടും. യെസ്, അപ്പൊ അങ്ങനെ ഞാൻ ചോദിച്ചൊരു ചോദ്യത്തിൽ ഒരു ചോദ്യം ആരോടെ ചോദിക്കാം. യെസ്, ഷാനി എല്ലാവരും പെട്ടെന്ന് പറയും, എന്നാലും ഞാൻ ചോദിക്കാം. ഷാനി. സാർ ഇന്ന് ഞാനാ എറിയല്ലേ? ആരാണ് എറിയുന്നത്? യെസ്, വെരി ഗുഡ്. ചോദ്യം ഇതാണ്, സിമ്പിൾ ആയിട്ട് പറയും. ഇത് പറയാനായിട്ട് അങ്ങനെ ഒരു മിനിറ്റ് സമയം തരുവാനോട് പറഞ്ഞു. 1 മുതൽ 100 വരെ എണ്ണുമ്പോൾ അതില് എത്ര പ്രാവശ്യം 9 വരും? സിമ്പിൾ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ചോദിക്കാം. 1 മുതൽ 100 വരെ എണ്ണുമ്പോൾ അതില് എത്ര പ്രാവശ്യം 9 വരും? ഒരു മിനിറ്റ് ആണ് ഷാനി. സാർ ഒരു പ്രാവശ്യം എന്തോ? ഒരു പ്രാവശ്യം. അല്ല 9, 19, 29 ഇല്ലേ? ഇത് എണ്ണിക്കോ. അല്ല സാറ് 1 തൊട്ട് 100 വരെ ഒരു പ്രാവശ്യം 9 തന്നെ ഉള്ളതാണ്. അല്ല ഇതാണ് ഉദ്ദേശിച്ചത്. എത്ര പ്രാവശ്യം 9 എഴുതേണ്ടി വരും? നമ്മൾ വരെ നമ്മൾ എഴുതുന്ന സമയത്ത് എത്ര പ്രാവശ്യം 9 എഴുതേണ്ടി വരും? ഷാനി പറയൂ. 1 മിനിറ്റ്, നിസ്സാര ചോദ്യമല്ലേ? 20 ആണോ?
വെരി ഗുഡ്. ഞാൻ 20 പറയുമെന്ന് വിചാരിച്ചത്. കറക്റ്റ് ആൻസർ കേട്ടോ. വെരി ഗുഡ്. 20 അല്ലാതെ ചിന്തിച്ച എത്ര പേരുണ്ട്? ഇവിടെ കുറച്ച് പേര് പ്രസ് ചെയ്ത് ഉൾപ്പെടെ കുറെ പേര് 20 ശാരിയൊക്കെ കുറച്ച് പേര് രീതി കഴിച്ചിരുന്നു. കറക്റ്റ് 20 ആണ്. പക്ഷെ ആരും 20 പറയൂല. ശരീരം പറഞ്ഞ് 10 ആണ് വിചാരിച്ചത് പറഞ്ഞു. യെസ്. കാരണം എല്ലാവരും 9, 19, 29, 39, 49, 59, 69, 79, 89 വരെ പറയും. 90 ആരും പറയില്ല. 90, 91 ഇങ്ങനെ താഴേക്ക് വരും. 99 വരുമ്പോ 2 എണ്ണം വരും. അപ്പോൾ കറക്റ്റ് ആൻസർ എത്രയാണ്? 20. യെസ്, കറക്റ്റ് ആൻസർ 20. പക്ഷെ 20 ആരും പറയില്ല. ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ റെസിഡൻസ് അസോസിയേഷന്റെ ഗ്രൂപ്പിന്റെ മീറ്റിംഗ് വരുമ്പോൾ 5ാം ക്ലാസ് താഴെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദ്യം ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. യെസ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ കുറച്ച് സമ്മാനമൊക്കെ സംഘടിപ്പിച്ച് വെക്കണം കേട്ടോ. ഇതിനാണ് ചോദിക്കുക, പറയുന്നവർക്ക് സമ്മാനം കൊടുക്കുക. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ മീറ്റിംഗ് ഒക്കെ ഒന്ന് ലൈവ് ആക്കാൻ പറ്റും. യെസ്, ഓക്കെ. അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്യാറുണ്ട്. ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ നേരത്തെ തന്നെ നിങ്ങളിരിക്കുന്ന ഏതെങ്കിലും കസേരയുടെ അടിയിൽ എന്തെങ്കിലും സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ പറയും നിങ്ങൾ ഇരിക്കുന്ന കസേരയുടെ അടിയിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, ആരാണ് കസേരയിൽ ഇരിക്കുന്നവർക്ക് അവർക്കൊരു സമ്മാനമുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യും? അതൊന്ന് തപ്പി നോക്കും. ഞാൻ ഒരിക്കല് ഒരു സ്ഥലത്ത് കുറേ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഒരു ചോദ്യം ഇതായിരുന്നു: ആർക്ക് വേണമെങ്കിലും ഈ മത്സരത്തിൽ പങ്കെടുക്കാം. ഞാൻ ഒരു വേദിയിൽ കേട്ടോ. അപ്പൊ അവിടെ ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, പ്രായമായവരെല്ലാവരും ഉണ്ട്. പക്ഷെ ഇത് വേണ്ടത് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ആണുങ്ങൾക്ക് പറ്റും, പുരുഷന്മാർക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല പുരുഷന്മാരുടെ കയ്യിൽ ഒരു പേഴ്സ് ഉണ്ടാവും. പേഴ്സ് കയ്യിലുള്ള എല്ലാ പുരുഷന്മാർക്കും ഇതിൽ പങ്കെടുക്കാം. അപ്പൊ പുരുഷന്മാരെ കുറച്ച് പേരൊക്കെ പോക്കറ്റിൽ തപ്പി നോക്കും. ഞാനൊരു നല്ലൊരു സമ്മാനം വാങ്ങി വെച്ചിട്ടുണ്ട്, കാരണം ആരും ഉണ്ടാവില്ലെന്ന് തന്നെ വിചാരിച്ച്. ചോദ്യം ഇതായിരുന്നു: നിങ്ങളുടെ പേഴ്സില് ആരുടെ പേഴ്സിലാണോ നിങ്ങളുടെ ഭാര്യയുടെ ഫോട്ടോ ഉള്ളത് അവർ കയറി വരാൻ പറ്റും. ആരും വരില്ലെന്ന് തന്നെ വിചാരിച്ച്. പക്ഷെ ഒരു പ്രായമായ ഒരു ചേട്ടൻ കയറി വന്നു. അങ്ങേരുടെ പേഴ്സിന്റെ അകത്ത് അങ്ങേരുടെ ഭാര്യയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഇത് പഴയ ഫോട്ടോ ആണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നില്ല. അയാളുടെ ഭാര്യയുടെ പേര് ശോഭ എന്നായിരുന്നു. അപ്പൊ ഈ ശോഭ എന്ന് പറയുന്ന ആള് പോയി ഓഡിയൻസ് ഇരിപ്പുണ്ട്. അപ്പോ ഞാൻ ചോദിച്ചു, ശോഭ ചേച്ചി ഇത് നമ്മുടെ ഫോട്ടോ തന്നെ അല്ലേ? ഓക്കെ, അത് എന്റെ ഫോട്ടോ തന്നെയാണ്. യെസ്. അപ്പോ നിങ്ങൾ ഇതുപോലെ ഓരോരോ സംഗതികള് രസകരമായിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടുപിടിക്കും. യെസ്, അവിടെയാണ് നമ്മുടെ ഒബ്സർവേഷൻ വരുന്നത്, രസകരമായിട്ടുള്ളത്. യെസ്. ആരുടെ കയ്യിലാണ് ഒരു 5 രൂപയുടെ ഒരു 50 പൈസയുടെ കോയിൻ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ കയ്യിലുണ്ടാവില്ല. യെസ്, ഓക്കെ. അങ്ങനെ രസകരമായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക. ഞാൻ ഇംഗ്ലീഷിന്റെ കേസ് പറഞ്ഞത്, അതല്ലാതെ ഇതിനെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ പങ്കെടുക്കുന്ന പരിപാടികൾ ലൈവ് ആക്കുക. അപ്പൊ നിങ്ങളെ ചെല്ലുമ്പോൾ തന്നെ ആളുകൾ ചിരി കൊടുക്കും, സംഭവം എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഗ്രൂപ്പിന്റെ ഇടയിൽ ഒരു നോട്ടബിൾ പേഴ്സൺ ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ ദുഷ്യന്ത മഹാരാജാവിന് 100 ഭാര്യമാരുണ്ടായിരുന്നു, 100-1 ഞാനും എന്ന് പറയാനും ഇടപെട്ടത്. പ്രിയമ്പതയും അനസൂയയും ദുഷ്യന്തിനോട് പറഞ്ഞത്, ശകുന്തളയെ അങ്ങേക്ക് ഭാര്യയാക്കാം, പക്ഷെ അങ്ങേക്ക് ധാരാളം ഭാര്യമാരുടെ കൂട്ടത്തിലൊന്നും ശകുന്തള അത് പറ്റില്ല, ഞങ്ങളുടെ ശകുന്തളയെ പട്ടമഹർഷിയാക്കണം, രാജ്ഞിയാക്കണം, പറ്റും എന്നാണ് ചോദിച്ചത്. അപ്പൊ അതിന് സംബന്ധിച്ചിട്ടാണ്. യെസ്. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാണ്ട് പോകില്ലേ? അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ സംതിങ് എൻറ്റയർലി ഡിഫറെന്റ്. കൊച്ചുകുട്ടികൾ കരയുന്നതിനാണ്. കരഞ്ഞാലേ നമ്മൾ അവരുടെ മൈൻഡ് ചെയ്യുള്ളൂ. യെസ്, അത് കരച്ച് ഒരു ശ്രദ്ധ ആകർഷിക്കലാണ്. അവര് ചെറിയ കുട്ടിയായതുകൊണ്ട് കരയട്ടെ. നമ്മൾ കുറച്ചുകൂടി വലുതായതുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ നമ്പറുകൾ കൊടുക്കുകയൊക്കെ കറക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് ശ്രദ്ധിക്കപ്പെടും. യെസ്. ആ രീതി, പ്രസന്റ് ചെയ്യുന്ന രീതി വളരെ രസകരമായിരിക്കും. നിങ്ങൾ കേട്ട് കാണും, മലയാളത്തില് വളരെ നല്ലൊരു എഴുത്തുകാരനും ചിന്തകനൊക്കെ ഒരു മരിച്ചുപോയി, സുകുമാർ അഴീക്കോട്. ഈ അഴീക്കോട് മാഷ് പ്രസംഗിക്കുമ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പുള്ളി പറയുന്നത്. പക്ഷെ പുള്ളിയുടെ പ്രസന്റേഷൻ വേറൊരു രീതിയിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? യെസ്, അതുപോലെ ആയിരിക്കണം നിങ്ങൾ നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ആ വേർഡ് മറക്കാതെ, യു ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ FD അത് ഓക്കെ, അത് നോക്കണ്ടേ. യു മേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ യുവർ സെൽഫ്. അവിടെയാണ് നമ്മൾ നേരത്തെ ഷാരി ഫിറോസ് പറഞ്ഞില്ലേ,
വി ആർ ഫോക്കസിങ് അവർ എയിം. അത് നമ്മളിലേക്ക് നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്. ഇന്നൊരു കാര്യത്തിന് സേതുലക്ഷ്മിയെ കൊണ്ടേ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്നിടത്ത്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് സലീന തന്നെ വേണം എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്. അത് വേറെ ആരെയും പറ്റിയിട്ട് കാര്യങ്ങൾ, അത് സലീനും ചെയ്യണം, എന്നാലും അത് ശരിയാവും എന്ന് പറയുന്നിടത്ത് സലീന യു ആർ നോട്ടബിൾ, നിങ്ങൾ നോട്ടബിളായി. യെസ്, അത് ആരെങ്കിലും മതി എന്ന് പറയും. നമ്മൾ സ്പെസിഫൈ ചെയ്ത് ചില കാര്യങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ ചെയ്യുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ അത് ഇന്ന അടയിപ്പിക്കട്ടെ, അത് ഇന്നത്. കാരണം ഈ സ്പെഷ്യലൈസ്ഡ് മാത്രമല്ല, അയാളെ കൊണ്ട് പറ്റും എന്നുള്ളതാണ്. അതാണ് നമ്മൾ പറയുന്നത് മേക്ക്. ഓക്കെ ഹരിത, ഞാൻ വരാം. ഓക്കെ ഇതും ഒരു പഠനത്തിന്റെ ഭാഗം എന്ന് വിചാരിച്ചു. യെസ്, നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാലന്റഡ് ആണ്, നിങ്ങൾ കഴിവുള്ളവരാണ്. യു മേക്ക് ഇൻവെസ്റ്റ്മെന്റ്. ഒരുപക്ഷെ നിങ്ങൾക്ക് പറയാനായിരിക്കാം, നിങ്ങൾക്ക് പാടാനായിരിക്കാം, അത് നിങ്ങൾക്ക് കഴിവ്, അത് നിങ്ങൾ വളർത്തെടുക്കുക. അപ്പൊ എന്താവും? നോക്കോ, യെസ്. ഇത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കുട്ടികളെ കൂടി ഒന്ന് ഒബ്സർവ് ചെയ്യണം. അവർക്ക് നമ്മൾ അവരുടെ ആഗ്രഹത്തിനൊക്കെ വിട്ടുകൊടുത്തു, പക്ഷെ നമ്മൾ ഒരു ഒബ്സർവ്, നമ്മൾ അവരുടെ പദാർത്ഥന്മാരല്ലേ, ഒന്ന് ഒബ്സർവ് ചെയ്യും. അപ്പൊ നമുക്ക് തോന്നുകയാണ് നമ്മൾ കൊള്ളാം, ഇന്ത്യയിലാണ് സ്കൂൾ, അതുകൊണ്ട് നിങ്ങളുടെ എന്ത് ചെയ്യാൻ പരിപോഷിപ്പിച്ചെടുക്കുക, ഡെവലപ്പ് ചെയ്തെടുക്കുക. ഡെവലപ്പ് ചെയ്തെടുത്ത് തീർച്ചയായിട്ടും അതിന്റെ ഗുണം അവരിൽ ഉണ്ടാവും, അല്ലെങ്കിൽ അവളിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ചിന്തിക്കുക, മേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡിവൈസ്. നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ് ചെയ്യുക. ഞാനിത് ചിന്തിക്കാറുണ്ട്, ചില സ്കൂളൊക്കെ ഉണ്ട് ഇങ്ങനെ ചെറിയ കുട്ടികൾ 2ലും 3ലൊക്കെ പഠിക്കുന്ന, LKG പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ പോണ കാണുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഒരു 30-40 വർഷത്തിന് ശേഷം ഇവരൊക്കെ ആരായിരിക്കും? യെസ്, അവരൊക്കെ ഏത് പൊസിഷനിലായിരിക്കും നമുക്ക് പറയാൻ പറ്റും. യെസ്, അപ്പൊ ഒരാളെ നമ്മൾ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. യെസ്, അപ്പോ തീർച്ചയായിട്ടും ഒരു 40-30 വർഷം കഴിയുമ്പോൾ ഇവരൊക്കെ ഏത് ലെവലായിരിക്കും നമുക്ക് പറയാം. യെസ്, അന്നൊരു പക്ഷേ ഫുൾ A+ മേടിച്ചവനായിരിക്കില്ല. ഫുൾ A+ മേടിച്ചവർ ഇവർക്കാണ്ട് പോയപ്പോ 2 A+ മേടിച്ചവർ എവിടെയൊക്കെയോ എത്തി എന്ന് നമുക്ക് കാണാം. അപ്പൊ അതുകൊണ്ട് പരീക്ഷയിലെ വിജയവും ജീവിതത്തിലെ വിജയവും രണ്ടായിട്ട് തന്നെ കാണുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? പരീക്ഷയിലെ വിജയത്തിന് അപ്പുറം ജീവിതത്തിലും കൂടെ നമുക്കൊന്ന് വിജയിച്ച് കഴിക്കാം. നിങ്ങൾക്ക് മനസ്സിലൊരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്ന മക്കളെ, ഇഷ്ടം എനിക്കത് വേണം, ഞാൻ അവിടെ വരെ എത്തും. നിങ്ങൾ അത്രയും നിങ്ങൾ ഒരു ആഗ്രഹിക്കുക, നെഗറ്റീവ് ചിന്തകളൊക്കെ വിട്. അവനും അവൾക്കും അതൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ എനിക്കും അത് പറ്റില്ലേ? APJ അബ്ദുൽ കലാമിന്റെ ഒരു കേസ് ഞാൻ പറഞ്ഞിട്ടാണെന്ന് അറിയാൻ പാടില്ല. APJ അബ്ദുൽ കലാം ISRO സയൻസിസ്റ്റ് അടിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് RK ധവാൻ, അന്നത്തെ ഡിഫൻസ് സെക്രട്ടറി, അദ്ദേഹം വന്നിട്ട് പറയുന്നത്, കലാമെ നമുക്ക് ഒരു റോക്കറ്റ് വിടണം, ഒരു ഉപഗ്രഹം വിടണം എന്ന് പറയാം. അപ്പൊ APJ അബ്ദുൽ കലാം അന്ന് പറഞ്ഞാണ്, എന്നെ കൊണ്ട് പറ്റും, നിങ്ങൾ യു ആർ ആൻ എഞ്ചിനീയർ, അപ്പൊ ചെയ്യണം എന്ന് പറയുന്നു. പക്ഷെ ആ ഉപഗ്രഹം അറബിക്കടലിൽ പോയാണ് വീണത്. അതോടുകൂടി APJ അബ്ദുൽ കലാമിനും ഉണ്ടായ മാനസിക വിഷമം ഭയങ്കര വലുതായി. അദ്ദേഹം പിന്നെ RK ധവാൻ വന്നു കഴിഞ്ഞപ്പോ പോക്കറ്റിൽ രാജിക്കത്ത് എഴുതിക്കൊണ്ടാണ് പോയത്. എന്നിട്ട് പറഞ്ഞു, എന്റെ പൊന്നു സാർ, എന്നെ കൊണ്ട് ഇത് പറ്റില്ല, എന്റെ രാജിക്കത്ത്, ഞാൻ ഈ ജോലി വിട്ടു പോയത്, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ധവാൻ എന്ന് പറഞ്ഞു, കലാമേ, ഇന്ത്യ എത്രയോ ഉപഗ്രഹങ്ങൾ വിട്ടിരിക്കുന്നു, എത്രയോ എണ്ണം അറബിക്കടലിൽ പോയിരിക്കുന്നു, ഇനി എത്ര എണ്ണം അറബിക്കടലിൽ പോകാനിരിക്കുന്നു. അതുകൊണ്ട് രാജിക്കത്ത് കയറി കഴിഞ്ഞ് കളഞ്ഞിട്ട് പോയിട്ട് ജോലി. വീണ്ടും അത് കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഒരു ഉപഗ്രഹം വിട്ട് കഴിഞ്ഞപ്പോൾ അത് ഭ്രമണപഥത്തിന്റെ മുകളിലെത്തി. അത് വലിയൊരു സക്സസ് ആയിരുന്നു. ആ സക്സസ് കഴിഞ്ഞതിന് ശേഷം അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ ഒരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ടി ധവാൻ. അന്ന് ധവാൻ പറയുകയാണ്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച, ഈ സക്സസിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു എഞ്ചിനീയർ ഉണ്ട്, അദ്ദേഹമാണ് എന്റെ ഈ പുറകിലിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് APJ അബ്ദുൽ കലാം. ലോകം അബ്ദുൽ കലാമിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് അവിടെ മുതലാണ്. അതിനു മുമ്പ് ISRO ധാരാളം എഞ്ചിനീയർമാരുണ്ടായിരുന്നു.
കൂട്ടത്തിലൊന്നാരും APJ അബ്ദുൽ കലാം. അപ്പൊ ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് APJ അബ്ദുൽ കലാം. നമ്മുടെ മുന്നില് വിജയത്തിന്റെ ഒരു മാതൃക കാണിച്ചിട്ടുള്ള ഒരാളാണ് APJ അബ്ദുൽ കലാം. യെസ്, വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഗവൺമെന്റിലേക്ക് ഒരു പ്രപ്പോസൽ കൊടുത്തു. ഒരു ഇന്ത്യൻ ഡിഫൻസിന് വേണ്ടിയിട്ട് ഒരു ഡിഫൻസ് അക്കാദമി തുടങ്ങുന്ന പ്രപ്പോസൽ കൊടുത്തു. ആ പ്രപ്പോസൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് 4-3 സജഷൻസ് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് അത് തള്ളി. അന്ന് അത് കഴിഞ്ഞ ശേഷം അത് കറക്റ്റ് ചെയ്ത് പുള്ളി വീണ്ടും കൊടുത്തു. അന്ന് രാത്രി പുള്ളിക്ക് അത് ഉറങ്ങാൻ പറ്റേണ്ട APJ അബ്ദുൽ കലാമിന്റെ മുറിയിൽ അങ്ങോട്ട് കൊണ്ട് നടക്കുകയാണ്. അപ്പൊ തൊട്ടടുത്ത മുറിയിലുള്ള സയന്റിസ്റ്റ് വന്നിട്ട് പറഞ്ഞു, കലാം എന്താ ഉറങ്ങുന്നില്ലേ? അപ്പോഴാണ് കലാം പറയുന്നത്, ഞാൻ ഇങ്ങനെ അത് കൊടുത്തിട്ട് തള്ളി ഇപ്പൊ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോ സുഹൃത്ത് പറഞ്ഞു, അതിന് തള്ളിയില്ലല്ലോ, കുറച്ച് സജഷൻ അല്ലേ പറഞ്ഞിട്ടുള്ളൂ, അത് കറക്റ്റ് ചെയ്ത് കൊടുക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ APJ അബ്ദുൽ കലാം കൊടുത്ത ഈ സജഷൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ടേബിളിന്റെ മുന്നിൽ വരിക. യെസ്, അപ്പോ പ്രധാനമന്ത്രിയുടെ മുന്നിൽ വരുന്ന ഫയലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മോഡലാണ്. വൺ ഈസ് റെഡി ടു സൈൻ, ഒന്ന് ഒപ്പിട്ടാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ബാക്കിയുള്ളത് മുഴുവൻ ഉദ്യോഗസ്ഥർ നോക്കി പക്കയായിട്ട് വെച്ചേക്കുന്നതാണ് പ്രധാനമന്ത്രി എന്ത് ചെയ്താൽ മതി, ഒപ്പിട്ടാൽ മതി. അടുത്തത് ഇതുപോലുള്ള ഡിഫറെന്റ് പ്രോജക്റ്റുകൾ, പ്രപ്പോസൽസ് ഇതെല്ലാം അത് പ്രധാനമന്ത്രി നോക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ നോക്കാം, ഇല്ലെങ്കിൽ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അത് കുറെ പ്രപ്പോസലുകളാണ്. യെസ്, അന്നത്തെ പ്രധാനമന്ത്രി നോക്കിയ കൂട്ടത്തിൽ APJ അബ്ദുൽ കലാമിന്റെ പ്രപ്പോസലുകളുണ്ട്. ആ പ്രധാനമന്ത്രി ഡിഫൻസ് സെക്രട്ടറി വിളിച്ചിട്ട് ധവാനോട് പറഞ്ഞു, ധവാനെ, ഈ പ്രപ്പോസൽ തയ്യാറാക്കിയ എഞ്ചിനീയറോട് എന്നെ വന്ന് കാണാൻ പറ്റും. ഓക്കെ, ഒരു മിനിറ്റ്. ഓരോ സംഗതികൾ പോകുന്ന ബുക്ക് ഉണ്ട്. യെസ്, അപ്പൊ ഈ പ്രപ്പോസൽ തയ്യാറാക്കിയ എഞ്ചിനീയറോട് എന്നെ വന്ന് കാണാൻ പറയും. അങ്ങനെ ധവാൻ വന്നിട്ട് APJ അബ്ദുൽ കലാമിനോട് പറയുന്നു, ധവാനെ, നിങ്ങളെ ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിക്കുന്നു, ഗോ ആൻഡ് മീറ്റ്. അപ്പൊ അന്ന് APJ അബ്ദുൽ കലാം ധവാനോട് പറയുന്ന കാര്യങ്ങളുണ്ട്. എന്റെ സാറേ, ഞാൻ പോകുന്നില്ല. കാരണം ഒരു പ്രധാനമന്ത്രിയുടെ മുന്നിലേക്ക് പോകണമെങ്കിൽ നല്ലൊരു സ്യൂട്ട് വേണം, എനിക്കതില്ല. നല്ലൊരു ഷൂ വേണം, എനിക്കതില്ല. എൻ്റെ സഹോദരിയുടെ മകള്, അവള് പഠിക്കുന്നുണ്ട്, അവളുടെ പഠന ചെലവ് മുഴുവൻ നോക്കുന്നത് ഞാനാണ്. അപ്പൊ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതൊക്കെ വാങ്ങിക്കാനുള്ള പൈസ എനിക്കില്ല. അതുകൊണ്ട് ഞാൻ പ്രധാനമന്ത്രിയെ കാണാനായിട്ട് പോകുന്നത്. നോക്കുക, വിളിക്കുന്നത് ആരാണ്? ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. യെസ്, അപ്പോ ധവാനയിൽ കൊടുക്കുന്ന മറുപടിയാണ്, മിസ്റ്റർ കലാം, യു ആർ well dressed with your project, go and meet the prime minister. അങ്ങനെ സാധാരണ ചെരുപ്പ് ഇട്ടുകൊണ്ട് APJ അബ്ദുൽ കലാം APJ അബ്ദുൽ കലാം പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി പോവുകയാണ്. യെസ്, അവിടെ ചെന്നു. പ്രധാനമന്ത്രിയുടെ മുന്നിലേക്ക് APJ അബ്ദുൽ കലാം വന്നു. അപ്പൊ ഈ പ്രോജക്റ്റ് പ്രധാനമന്ത്രി എടുത്ത് നോക്കി. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം APJ അബ്ദുൽ കലാമിനോട് പറയാണ്, the government is well pleased with your project. യെസ്, നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞതുപോലെ ഇന്ത്യൻ ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള ഡിഫൻസ് അക്കാദമി ഗവൺമെന്റ് ആരംഭിക്കും. യെസ്, നിങ്ങളുടെ പ്രപ്പോസൽ ഞങ്ങൾ അംഗീകരിക്കുന്നു, വെരി ഗുഡ് എന്ന് പറയും. അപ്പൊ APJ അബ്ദുൽ കലാമിന് ഭയങ്കര സന്തോഷമായി. താങ്കളുടെ പ്രപ്പോസൽ അംഗീകരിച്ചില്ല. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് APJ അബ്ദുൽ കലാം മടങ്ങി വരും. അപ്പൊ മടങ്ങുമ്പോ ആ ഇന്ത്യൻ പ്രധാനമന്ത്രി വരാനുമില്ല, ഇന്ദിരാഗാന്ധിയല്ലേ, അവര് അദ്ദേഹത്തെ വിളിച്ചു, മിസ്റ്റർ കലാം, യു ആർ അപ്പോയിന്റഡ് ആസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ഡിഫൻസ് അക്കാദമി. അവിടെ നിന്നാണ് APJ അബ്ദുൽ കലാം ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അവിടെ പറയുന്നത്. നിങ്ങൾ നോക്കുക, എത്രയോ നമ്മൾ കാണുന്ന APJ അബ്ദുൽ കലാമിന്റെ പിന്നിലുള്ള ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് വേദനയുടെ, സഹനത്തിന്റെ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. യെസ്, അപ്പോ ഏത് വ്യക്തി എത്ര ഉയർച്ചയെത്തിയിട്ടുണ്ടെങ്കിലും അവരെല്ലാം കടന്നു വന്ന വേദനയുടെ ഒരു പാഠങ്ങളുണ്ട്. നിങ്ങള്
ഞാൻ വേറൊരു കാര്യം പറയാം. ഇദ്ദേഹത്തിന്റെ ജീവിത കഥയുണ്ട്, ദ വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറകുകൾ എന്നതിന്റെ മലയാള പരിഭാഷ. 150 രൂപയാണ് അതിന്റെ പേര്. നിങ്ങളുടെ മക്കൾക്ക് ബർത്ത്ഡേ ആണ്, പുതിയ ഡ്രസ്സ്, പുതിയ കേക്ക്, ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന കൂട്ടത്തില് തൊട്ടടുത്ത ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ഈ ഒരു പുസ്തകം വാങ്ങിച്ചിട്ട് അവൻ വായിക്കണ്ട, അവന് മേശപ്പുറത്ത് വെച്ചേര്. എപ്പോഴെങ്കിലും അവന് തോന്നുകയാണ് ഒരു പേജ് ഒന്ന് മറിച്ചു നോക്കണമെന്ന് തോന്നിയാൽ അവൻ മറിച്ചു നോക്കും. അങ്ങനെ മറിച്ചു നോക്കിയാൽ മുഖവും വായിക്കും. യെസ്, അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന്, ഒരു പക്ഷേ ഫ്രണ്ടിന്റെ കുട്ടികൾക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്ന കൂട്ടത്തില് ഈ ഒരു പുസ്തകം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്ന സജഷനാണ്, ഞാൻ ചെയ്യാറുണ്ട്. ഒരു പക്ഷേ ഈ പുസ്തകം അവരുടെ ജീവിതത്തെ മാറ്റി പറയും. പിന്നീട് അവരുടെ പക്ഷെ പ്രശസ്തയാണോ പറയും, ഇതിനുള്ള പ്രചോദനം പിടിക്കാൻ കിട്ടിയത് നസ്രിൻ തന്ന APJ അബ്ദുൽ കലാമിന്റെ ആ ജീവിതകഥയിൽ നിന്നാണ് എന്ന് പറഞ്ഞു. യെസ്, അപ്പോ ഒന്നുമല്ലാതിരുന്ന APJ അബ്ദുൽ കലാം എവിടെ വരെ എത്തി? വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറകുകൾ. യെസ്, അതാണ് 150 രൂപയുടെ പുസ്തകങ്ങൾ. അത് വാങ്ങി ഒരു റിബണൊക്കെ വെച്ച് കിട്ടും, ഇഷ്ടപോലെ കൊടുക്കുക. യെസ്, അത് നിങ്ങളും വായിക്കരുത്. യെസ്, അപ്പോ വിജയത്തിന്റെ സോപാനങ്ങൾ നിങ്ങളെ തേടിയത്. ഓക്കെ, യെസ്. APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ വല്ലാണ്ട് ഇമോഷണലാണ്, ആണ് എന്റെ കുഴപ്പം. യെസ്, ബിക്കോസ് എനിക്ക് വളരെ ബഹുമാനവും ഇഷ്ടവും തോന്നുന്ന വ്യക്തിയാണ് APJ അബ്ദുൽ കലാം. യെസ്, അപ്പൊ ഓക്കെ, ഷാനിയുടെ പ്രസന്റേഷൻ ആണ് ഇത്രയും വാചകങ്ങളിലേക്ക് വന്നത് അല്ലേ? ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നമ്മുടെ സെന്റൻസ് അവസാനിച്ചിട്ടില്ല. ഹസീബ പറഞ്ഞോളൂ. ഹസീബ ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. 5 പറഞ്ഞോളൂ. ഹലോ സാർ. പറഞ്ഞോളൂ ഹസീബ. സാർ ജസ്റ്റ് മിനിറ്റ് സാർ. എന്തോ സാർ ജസ്റ്റ് മിനിറ്റ് സാർ. ഓക്കെ ഓക്കെ, ഹസീബയുടെ കുറച്ച് തിരക്കിലാന്ന് വിചാരിക്കാം. ഓക്കെ, നസിയ. ഞാൻ പറയാം. ഓക്കെ, ഫരീദ. വെരി ഗുഡ് പറഞ്ഞോളൂ ഫരീദ. I am cleaning washroom. I am cleaning washroom. Okay, Nancy. Yes, okay. Correct. അടുത്തത് I am cleaning washroom. കേട്ടായിരുന്നോ? ഇനി ഒന്ന് ഈസ് വെച്ചിട്ട് പറ. എല്ലാം ആൻഡ് തന്നെ വെക്കണ്ട, മാറ്റി മറിച്ചേക്ക് കഴിക്കും. Child is playing. My child is playing. My child is playing. Okay. Asiba, no problem. My husband is working. My husband is working. My husband. Okay, correct. My husband is working abroad. Okay. My mother cooking payasam. My mother cooking. Yes. Payasam. Okay. Preparing payasam. Okay, very good. We are focusing jobs are class. Okay, very good. Yes, okay. I am requesting question. Yes, I am asking question again. Okay, I am asking questions. Okay. She is coming tomorrow. അതൊരു ചെറിയ പ്രശ്നമാണ്. She is coming എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചാൽ കുഴപ്പമില്ല. ടുമാറോ എന്ന് പറയുന്നത് നാളെ. നമ്മൾ പറഞ്ഞത് എന്താണ്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പൊ എന്ത് ചെയ്യണം? ആ ടുമാറോ എടുത്ത് കളയണം. ഈ ടുമാറോ വെക്കണമെങ്കിൽ എന്ത് നോക്കണം? ഷീ വിൽ കം ടുമാറോ ആക്കണം. യെസ്, അപ്പൊ സമയം വെക്കുമ്പോ പ്രശ്നമാണ്. ടുമാറോന്നോ എസ്റ്റർഡേന്നോ വെക്കാൻ പാടില്ല. കാരണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. എനിക്ക് ഇന്നലേക്ക് നമുക്ക് പറയാൻ പറ്റുമോ? യെസ്, ഇന്നലെ കഴിക്കും പോയില്ലേ, അത് പറഞ്ഞ പോലെ ടുമാറോ പറയാം. Okay. I am preparing biryani. I am preparing vegetable biryani. Okay. I am washing dress. I am washing dress. Okay. My friend calling phone. Yes.
My friend is calling. Okay. My mother watching TV serial. My mother watching serial. And then easy argument. My mother is watching TV serial. Okay. Okay. Okay, Sabina. Okay. Very good. Very good. Very good. Very good. Okay. 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 Nasia, are you ready? Nasia? Yes. Nasia will do the Nandini. Sir, may I? Oh, okay. Okay. Another channel gap. Hasibu കിട്ടിയത് ഹസീബ് പറയരുത് നമുക്ക് പറയാം കേട്ടോ. Okay. ലാസ്റ്റ് ഞാൻ പറഞ്ഞ I am request ചെയ്യുന്നത് എന്തോ സാർ പറഞ്ഞ അവിടെ I am Asking. asking. Okay. Okay. പറഞ്ഞോളൂ ഹസീബ. My son is playing cricket. Yes. My son is playing cricket. Okay. My sister is singing a song. Okay, Farsana. Okay. Hello, sir. Get to this. Correct. Sharanya ready. Okay. They are playing cricket. Yes. Okay. She is dancing. Yes. Okay. She is crying. Yes. Okay. That's all, sir. Okay. Very good. Very good. Very good. Okay. 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 Farsana. പറഞ്ഞോളൂ Farsana. Okay, sir. Okay. Okay. She is cooking dinner. Okay. She is cooking dinner. Yes. Okay. I'm reading a book. I am reading a book. The children are playing in the park. Yes. Okay. We are going to Dubai. Yes. Okay, then it is raining outside. It is raining outside. Another sentence. It is raining outside. പുറത്ത് മഴ പെയ്യുകയാണ്. It is raining. അങ്ങനെയാണ്. Okay. I'm not working right now. Yes, I am not working right now. Okay. Then active പറയാൻ വേണ്ടിയിരിക്കുന്നു. Okay. There you go. My friend is moving London. Yes, my friend is moving to London. Okay. The dog is barking loudly. The dog is barking loudly. Correct. She is learning to play the piano. Yes, very good. Okay, they are building a new house. Yes, they are building a new house. Very good. Then he is going to the library. He is going to library. I'm reading articles on different topics. Yes, very good. I am preparing articles. Very good. Okay. She is buying milk for her cat. Yes, okay. I'm going to have another cup of tea. Yes, I am going to have a cup of tea. Very good. He is standing behind the tree. Yes, okay. So okay, so that's it, sir. Okay. Very good. Farsana. അപ്പോ ഇനിയും നമുക്ക് ഇതിന്റെ ബാലൻസ് കുറച്ച് പറയാനുണ്ട്. രണ്ടുപേരെ പറഞ്ഞിട്ടുള്ളൂ. യെസ്. അപ്പൊ നമുക്ക് സമയമായതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് എടുക്കുക. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ നിങ്ങൾ ഒരു 5 സെന്റൻസ് നല്ല ഭംഗിയുള്ളത് റെഡിയാക്കി വെച്ചോളൂ. പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെർബ് പ്ലസ് ing. Don't forget. So we will meet in the next class. Till then, bye. Okay, sir. Thank you so much, sir. Thank you, sir. Thank you for your tips. Okay. Thank you, sir. Okay. Okay, thank you, sir. Okay.